നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറാണ്. ലൈംഗിക ചൂഷണ പരാതികളുടെ പരമ്പര നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം ഒഴിയാനായി കോൺഗ്രസിൽ വൻ സമ്മർദ്ദം. രാജിക്ക് രാഹുൽ വിസമ്മതിച്ചാൽ പുറത്താക്കൽ അടക്കമുള്ള കടുത്ത അച്ചടക്ക നടപടിയും പാർട്ടിയുടെ പരിഗണനയിൽ. കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ തുടരുന്നതിനോട് ശക്തമായ വിയോജിപ്പുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളെ അറിയിച്ചു. ICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും പ്രധാന നേതാക്കളുമായി ആശയവിനിമയം തുടങ്ങി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും നേതാക്കളുടെ അഭിപ്രായം തേടി. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഏകാഭിപ്രായത്തിലെത്തിയിട്ടില്ല. നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഒരു പരാതി പോലും എത്താത്ത സാഹചര്യത്തിൽ തിരക്കിട്ട രാജിയുടെ ആവശ്യമില്ലെന്ന രാഹുലിന്റെ വാദത്തെ പിന്തുണയ്ക്കുന്നവർ പാർട്ടിയിലുണ്ട്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ അക്കാര്യം പരസ്യമാക്കി. ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ പാർട്ടിയും രാഹുലും ഉടനടിയെടുത്ത തീരുമാനമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ അതിനുശേഷം പുറത്തുവന്ന ശബ്ദരേഖകളും ചാറ്റുകളും കോൺഗ്രസിനുണ്ടാക്കുന്ന വലിയ ക്ഷതം ചൂണ്ടിക്കാട്ടിയാണ് സതീശൻ ഉറച്ച നിലപാടുകളിലേക്ക് നീങ്ങിയത്. രാഹുലിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് കൊച്ചിയിൽ പ്രഖ്യാപിച്ച സതീശന്റെ നിലപാട് പരസ്യമാക്കി. രാജി വേണമെന്ന അഭിപ്രായം വെള്ളിയാഴ്ച വരെ സണ്ണി ജോസഫിന് ഉണ്ടായിരുന്നില്ല. ഇന്നലെ പുറത്തുവന്ന തികച്ചും സ്ത്രീവിരുദ്ധമായ സംഭാഷണവും അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി. കൂടുതൽ തെളിവുകൾ പുറത്തു വന്നേക്കുമെന്നത് കൊണ്ടുതന്നെ തീരുമാനം നീട്ടിക്കൊണ്ടു പോകാനിടയില്ല. തീരുമാനം കേരള നേതൃത്വത്തിന് വിടുകയാണ് AICC ചെയ്തിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള രാജിയോടെ ആ അധ്യായം അവസാനിച്ചു എന്ന നിലപാടാണ് ദീപാദാസ് മുൻഷി ഇന്നലെ രാവിലെ കൈക്കൊണ്ടതെങ്കിലും സതീശൻ ഫോണിൽ വിയോജിപ്പ് അറിയിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കെ രാഹുലിനെ സംരക്ഷിക്കാനാവില്ലെന്ന് KC വേണുഗോപാലിനോടും വ്യക്തമാക്കി. കടുത്ത നടപടി വേണമെന്നാണ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നിരാകരിക്കാനും തന്റെ ഭാഗം വ്യക്തമാക്കാനും രാഹുൽ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് അത് വിലക്കി. BJPക്ക് സ്വാധീനമുള്ള പാലക്കാട്ടെ MLA ആണ് രാഹുൽ എന്നതിനാൽ കേന്ദ്രം തിരക്കിട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് നീങ്ങാനുള്ള സാധ്യത നേതൃത്വം വിശകലനം ചെയ്തു. ഒഴിവ് വന്നാൽ 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് ചട്ടമെങ്കിലും നിയമസഭയ്ക്ക് 1 വർഷമെങ്കിലും കാലാവധി ബാക്കിയുണ്ടാവണമെന്നാണ് ഒരു നിബന്ധനയുണ്ട്. ഈ നിയമസഭയുടെ കാലാവധി കഴിയുന്നത് മെയ് 23-നാണ്. അതിനാൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യതയില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.